कृष्ण कृष्णाय बोधन श्रीमदे भक्ति वेदांत स्वामी नाम नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषं शून्यवाद पार्थक्यदुषधारि भयते कृष्ण चैतन्य प्रभु नित्यानंद द्वैत श्रीवासादि भक्तवृंद हरे कृष्ण 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 हरे हरे राम राम हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण कृष्ण हरे 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 राम राम हरे 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 कृष्ण कृष्ण हरे 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 राम हरे हरे कृष्ण कृष्ण हरे 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 राम हरे हरे कृष्ण हरे 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 राम हरे कृष्ण 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 हरे 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 राम 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 हरे हरे जय प्रभु भद्रा जय प्रभु पद जय प्रभु भद्र प्रभु भद्र जय गुरुदेवा जय गुरुदेवा जय गुरुदेवा शिल गुरुदेव हरि बोल हरि बोल हरि बोल निताई गौर हरि बोल हरि बोल हरि बोल निताई गौर हरि ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय हरि ओम तत्सत हरे कृष्ण ഭഗവത്ഗീത യഥാരൂപം അധ്യായം 7 ജ്ഞാന വിജ്ഞാന യോഗം ശ്ലോകം 15 ശ്ലോകം 15 നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തെ നരാധമ മായയാപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാഃ നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തെ നരാധമ മായയാ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാഃ നമാം ദുഷ്കൃതിനോ മൂഢ പ്രബധ്യന്തെ നരാധമാഃ മായയാ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിതാഃ ദുഷ്കൃതരായ മൂഢന്മാരും മനുഷ്യാധമന്മാരും മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ എന്നെ ശരണം പ്രാപിക്കുന്നില്ല. ഭാവാർത്ഥം ജയ ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സ്വയം ആത്മസമർപ്പണം ചെയ്യുന്നവർക്ക് ഭൗതിക പ്രകൃതിയുടെ കർക്കശ നിയന്ത്രണം അതിലംഘിക്കാമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ചോദ്യത്തിന് ഇടവരുന്നു. അഭ്യസ്തവിദ്യരായ തത്വചിന്തകരും ശാസ്ത്രജ്ഞരും വ്യവസായികളും ഭരണകർത്താക്കളും ജനനേതാക്കളുമെല്ലാം എന്തുകൊണ്ട് സർവശക്തനായ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സ്വയം സമർപ്പണം ചെയ്യുന്നില്ല? മനുഷ്യ സമൂഹത്തിലെ നേതാക്കൾ വർഷങ്ങളോളമോ ജന്മങ്ങളോളമോ തന്നെ നീണ്ടു നിൽക്കുന്ന പല പദ്ധതികളും ാണ് നിരന്തര പരിശ്രമത്താൽ മുക്തി അഥവാ ഭൗതിക പ്രകൃതി നിയമങ്ങളിൽ നിന്നുള്ള മോചനം നേടുന്നത്. ഭഗവത് ചരണാശ്രയം കൊണ്ട് മാത്രം ഇത് സാധ്യമാണെങ്കിൽ ബുദ്ധിശാലികളും
നിരതനുമായ ഇവർക്ക് എന്തുകൊണ്ട് ലളിതമായ ഉപായം സ്വീകരിച്ചുകൂടാ? അല്ലെ? ഭഗവത്ഗീത ഈ ചോദ്യത്തിന് സ്പഷ്ടമായ ഉത്തരം നൽകുന്നുണ്ട്. ഉത്തമ വൈജ്ഞാനികരും സമൂഹത്തിന്റെ നായകന്മാരുമായ ബ്രഹ്മാവ്, ശിവൻ, കപിലൻ, കുമാരന്മാർ, മനു, വ്യാസൻ, ദേവലൻ, അസിതൻ, ജനകൻ, പ്രഹ്ലാദൻ, ബലി എന്നിവരും പിൽക്കാലത്ത് മധ്വാചാര്യർ, രാമാനുജാചാര്യർ, ശ്രീ ചൈതന്യ മഹാപ്രഭു തുടങ്ങിയവരും പരമാധികാരിയും സർവശക്തനുമായ ഭഗവാന്റെ പാദങ്ങളിൽ ശരണം നേടിയവരാണ്. ഇവരെല്ലാം വിശ്വാസ്യരായ തത്വജ്ഞാനികളും രാജ്യതന്ത്രജ്ഞരും വിചക്ഷണരും ശാസ്ത്രജ്ഞരും ഒക്കെ ആയിരുന്നു. എന്നാൽ വാസ്തവത്തിൽ തത്വചിന്തകരോ ശാസ്ത്രജ്ഞരോ വിചക്ഷണരോ ഭരണകർത്താക്കളോ അല്ലാതെ ഭൗതിക ഉന്നതിക്ക് വേണ്ടി മാത്രം അങ്ങനെ ഭാവിക്കുന്ന കൂട്ടർ ഭഗവാന്റെ മാർഗത്തെയോ ഭക്തിയെയോ സ്വീകരിക്കാറില്ല. അവർക്ക് ദൈവത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അവർ തങ്ങളുടേതായ ഭൗതിക പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും അങ്ങനെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിഫല ശ്രമത്തിൽ അവയെ കൂടുതൽ വിഷമപ്രദങ്ങളാക്കുകയാണ് അവർ. ഭൗതിക പ്രകൃതിക്ക് ബലം വളരെ കൂടുന്നത് കൊണ്ട് അതിന് ഈ നാസ്തികരുടെ അനധികൃത പദ്ധതികളെ നിഷ്പ്രയാസം ചെറുത്ത് പ്ലാനിംഗ് കമ്മീഷനുടെ അറിവിനെ താറുമാറാക്കാൻ കഴിയും. ഹരേ കൃഷ്ണ. ഓം അച്ഛനത്തിമരന്തശ്ചനാചനാചലക്കയാ ചക്ഷുരുന്മേൽ ശ്രീ ഗുരുവേ നമഃ. ഓം വിഷ്ണുപദായ കൃഷ്ണപുസ്തകേ ഭക്തിവേദാന്ത സ്വാമി നമസ്തേ സരസ്വതി ദേവി ഗൗരിവാണി പ്രചാരണ വിശ്വസുഷി പാശ്ചാത്യ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासद गौर भक्त वृंद. हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे കൃഷ്ണ. ഇപ്പോ നമ്മള് 7-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യുന്നത്. ഈ ശ്ലോകം ഒരു പരീക്ഷ മാനദണ്ഡമാണ് അല്ലെ? പല സമയത്തും നമുക്ക് ഒരു പരീക്ഷ മാനദണ്ഡമാക്കി സ്വീകരിക്കാൻ പറ്റുന്നത്. നമ്മൾ അതിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് അല്ലെ? കാരണം ഭഗവാനാണ് ആദിഗുരു അല്ലെ? ശിഷ്യസ്തേ ഹം സാധിമാം പ്രപന്നം 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. പരമ്പര സമ്പ്രദായത്തില് അർജുനൻ കൃഷ്ണനിൽ എങ്ങനെ കീഴടങ്ങണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ശിഷ്യസ്തേഹം സാധിമാ പ്രപന്നം. അർജുനൻ കൃഷ്ണനിൽ നിന്ന് എങ്ങനെ കീഴടങ്ങണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ആത്മീയ ബോധത്തിൽ എങ്ങനെ മുന്നേറാമെന്നതിന്റെ യോഗ്യത ഇതാണ്. ആളുകൾ കഷ്ടപ്പെടുന്നു. ആത്മീയ ബോധമില്ലാത്തതിനാൽ അവർ മൃഗങ്ങളെ പോലെ ജീവിക്കുന്നു അല്ലെ? ദേഹാത്മബുദ്ധി. അപ്പോ എല്ലാത്തിനും പരിഹാരമുണ്ട്. പക്ഷേ ബുദ്ധിയുള്ളവർക്ക് മാത്രമേ അത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ബുദ്ധിയുള്ളവരാണ് രാവിലെ 3:30 എണീറ്റ് ഇവിടെ ഇരിക്കുന്നവരല്ലേ അല്ലെ? അങ്ങനെ വളരെ വിരളം ആൾക്കാർക്ക് ആ ബുദ്ധി ഭഗവാൻ കൊടുത്തിട്ടുള്ളൂ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അല്ലെ? നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്, നമ്മളൊക്കെ എത്രയോ ലക്കിയാണ് അല്ലെ എന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കണം അല്ലെ? മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത്, ഇതേ സമയത്ത് അവരെന്താണ് ചെയ്യുന്നത്, അവരെന്താണ് അനുഭവിക്കുന്നത്, അവരുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിയുണ്ടോ, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല തീരുമാനമാണോ എടുത്തതെന്ന് നമുക്കറിയാൻ പറ്റും അല്ലെ? സത്യത്തിൽ വൈഷ്ണവര് വളരെ സന്തോഷമായിട്ടും സുഖകരമായിട്ടുമാണ് ജീവിക്കുന്നത്. അവർക്ക് വിഷമങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. വിഷമങ്ങളില്ലാത്ത ഒരൊറ്റ മനുഷ്യന് ഈ കലിയുഗത്തിൽ ഉണ്ടാവും അല്ലെ? അതുകൊണ്ടാണല്ലോ നമ്മൾ കലിയുഗത്തിൽ വന്ന് താമസിക്കുന്നത്, വന്ന് ജീവിക്കുന്നത് അല്ലെ? പക്ഷേ അതൊന്നും നമ്മളെ ബാധിക്കാറില്ല. കാരണം എന്താണ്? നമ്മള് സദാ ഹരിയായിട്ടിരിക്കാൻ ശ്രമിക്കുന്നവരാണ്. എല്ലാം കൃഷ്ണനാണ് എന്ന് അല്ലെ? കൃഷ്ണനല്ലാതെ മറ്റൊരു ഒരു ഉത്തരം നമുക്കില്ല എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടവരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് ഒരു പ്രത്യേക സുഖം അനുഭവപ്പെടുന്നത് അല്ലെ? യസ്യാത്മബുദ്ധി ഗുണപ്രേ ത്രിധാതുകേ സ്വധി കലധാതുഷു ഭൗമ ഇജ്ജതി യീർത്ഥബുദ്ധി സലിലേ കാർഹിജിത് ജന്മേഷ് അഭിജ്ഞേഷു സ ഏവ ഗോഖര അല്ലെ? ശ്രീമദ് ഭാഗവതത്തിലെ 10-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്. ഗോഖര എന്ന് പറഞ്ഞാൽ എന്താണ്? പശുക്കളും കഴുതകളും, മൃഗങ്ങൾ,
അപ്പൊ അവരെന്താ വിചാരിക്കുക? നമ്മളെ പോലെ അല്ലെ, ഞാൻ ഈ ശരീരമാണ്, എന്ത് ചിന്തിക്കുന്നു. അപ്പോ ഞാൻ ഈ ശരീരമാണെന്ന് ചിന്തിക്കുന്ന എല്ലാവരും തന്നെ ഗോഖരയാണ്, അല്ലെങ്കിൽ മൃഗങ്ങളാണ്, പശുക്കളെയും കഴുതകളെയും പോലെയാണ്, അല്ലെ. ഇതാണ് വിധി. യഥാർത്ഥത്തിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു മൃഗമാണ്, അല്ലെ. നമ്മളെന്താ വിചാരിക്കുക? ഞാനൊരു ഇന്ത്യക്കാരനാണ്, നീ ഒരു അമേരിക്കക്കാരനാണ്, അല്ലെ. നീ ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാരനാണ്, ഞാൻ മലേഷ്യക്കാരനാണ്, അല്ലെ. അതിലൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്തിനാണ് നമ്മൾ അവിടെ ഊന്നുന്നത്? നമ്മുടെ ശരീരത്തിനാണ്, അല്ലെ. അപ്പൊ നമ്മൾ ഈ ശരീരമായി കണക്കാക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നലുണ്ടാകുന്നത്. നമ്മൾ ഇന്ത്യക്കാരനാണ്, ഞാൻ ക്ഷത്രിയനാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ശൂദ്രനാണ്, അല്ലെ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നാണ് നമ്മളെ ഭഗവത്ഗീതയും ഭാഗവതവും പഠിപ്പിക്കുന്നത്, അല്ലെ. ശരീരത്തെ നമ്മൾ തിരിച്ചറിയാൻ പാടില്ല. അപ്പോൾ ജീവിതത്തെക്കുറിച്ചുള്ള ഈ ശാരീരിക സങ്കല്പത്തിന്റെ വേദിയിൽ നമ്മൾ മൃഗങ്ങളായി തുടരുന്നു. അത് വേണോ? അല്ലേ? എത്രയും പെട്ടെന്ന് അത് നമ്മൾ നിർത്തണം. മൃഗങ്ങളായി നമ്മൾ തുടർന്നിട്ട് നമുക്ക് ഒരിക്കലും ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ പറ്റില്ല. അപ്പോൾ ആ മൃഗീയ ചിന്തകളൊക്കെ മാറ്റി നമ്മൾ ഭഗവാനിലേക്ക് എങ്ങനെ അടുക്കാൻ പറ്റും എന്ന് വേണം നമ്മൾ സദാ ചിന്തിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സദാ ഹരിയായിട്ടിരിക്കും. എപ്പോഴും നമ്മൾ ഭഗവാനെ കുറിച്ചിട്ട്, അല്ലെ, ചിന്തിച്ചുകൊണ്ടിരിക്കും. പലരും പറയും അത് വളരെ ബുദ്ധിമുട്ടല്ലേ, പ്രയാസമല്ലേ എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതിൽ യാതൊരു പ്രയാസമില്ല. നമുക്ക് പ്രയാസമായിട്ട് തോന്നുന്നതാണ്. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിനകത്ത് ഭഗവാന്റെ ഒരു എലിമെന്റ് ഇല്ല എങ്കിൽ നമ്മൾ ആനുകൂല്യന് കൃഷ്ണാനുശീലനമല്ല വർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ. അപ്പോ എന്ത് ചിന്തിച്ചാലും, എന്ത് ചോദിച്ചാലും, അല്ലെങ്കിൽ എന്ത് നമ്മള് വിചാരിച്ചാലും അതിനകത്ത് ഭഗവാൻ കൃഷ്ണന്റെ എലിമെന്റ് ഉണ്ടോ എന്ന് നോക്കുക. ഇതിൽ ഭഗവാൻ എന്താണുള്ളത്, അല്ലെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും എന്താണ് ഭോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഇല്ല, ഇത് ഞാൻ ഭഗവാന് വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുവാണ്, അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഭഗവാനിൽ അർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ പറഞ്ഞുകൊണ്ടിരുന്നു ജോലി ചെയ്തൂടെ? ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാത്തിലും നമുക്ക് ഭഗവാന്റെ ഒരു എലിമെന്റ് തീർച്ചയായിട്ടും കൊണ്ടുവരാൻ പറ്റും. ആദ്യമൊക്കെ അത് ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ. പക്ഷേ നമ്മള് ഒരു ഒരു എൻഡവർ, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായാല് തീർച്ചയായിട്ടും നമുക്ക് എല്ലാത്തിലും ഭഗവാനെ കാണാൻ പറ്റും. കാരണം ഭഗവാൻ ഇല്ലാത്ത ഒരൊറ്റ സാധനവും ഈ ലോകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഭഗവാൻ നിർമ്മിതമല്ലാത്ത എന്തെങ്കിലും സാധനം നമുക്ക് ഇവിടെ ഉണ്ടോ? അവൈലബിൾ ആണോ? അല്ല, അല്ലേ. ഒരു പൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനോഹരമായിട്ടാണ് ഭഗവാൻ അത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഭഗവാന്റെ എലിമെന്റ് വന്നില്ലേ? അങ്ങനെ നമ്മൾ തൊട്ടതിൽ എല്ലാം എന്തെടുത്തു കഴിഞ്ഞാലും, ഏത് നോക്കിക്കഴിഞ്ഞാലും അതിനകത്തൊക്കെ നമുക്ക് ഭഗവാന്റെ ഒരു എലിമെന്റ് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ എപ്പോഴാണോ അങ്ങനെ ചിന്തിക്കുന്നത് അന്ന് നമ്മൾ കൃഷ്ണാബോധത്തിലായി എന്ന് അറിയാം, അല്ലെ. അതല്ല, നമ്മൾ കൂടുതൽ അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷ്ണാബോധത്തില് ഒരുപാട് ഇനിയും നീന്തേണ്ടതുണ്ട് എന്നർത്ഥം, അല്ലെ. അപ്പോ ആ മൃഗീയ അവസ്ഥയിൽ, ശാരീര സങ്കല്പത്തിന്റെ ആ മൃഗീയ അവസ്ഥയിൽ നിന്ന് നമ്മുടെ ആത്മീയ ബോധത്തിന്റെ അവസ്ഥയിലേക്ക് ഉയരുക എന്നതാണ് മനുഷ്യ ജീവിതത്തിന്റെ ചുമതല. അതുകൊണ്ടാണ് നമുക്ക് ഈ മനുഷ്യ ശരീരം തന്നിരിക്കുന്നത്, അല്ലെ. എത്രയോ കോടാനുകോടി ജന്മങ്ങളുടെ പുണ്യം ചെയ്തതിനു ശേഷമാണ് നമുക്കൊരു മനുഷ്യ ശരീരം കിട്ടുന്നത്. ആ മനുഷ്യ ശരീരം എന്തിനാ വെറുതെ കളയുന്നത്, വൃഥാ ചെലവാക്കുന്നത്, അല്ലെ. അത് നമ്മള് വളരെ കാര്യക്ഷമതയോടുകൂടി ഒരല്പം പോലും സമയം കളയാതെ നമ്മള് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോ ആ ആത്മീയ അവബോധത്തിന്റെ അവസ്ഥയിലേക്ക് വരണം എന്നതാണ് മനുഷ്യ ജന്മത്തിന്റെ ചുമതല. അതതോ ബ്രഹ്മ ജിജ്ഞാസ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് പറഞ്ഞായിരുന്നു, അല്ലെ. അതതോ ബ്രഹ്മ ജിജ്ഞാസ. ഇതാണ് വേദാന്ത സൂത്രം. നിരവധി ജന്മങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന ഈ മനുഷ്യ ജീവിതത്തിന്റെ ബ്രഹ്മത്തെക്കുറിച്ച്, ജീവിതത്തിൽ ബ്രഹ്മത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചില്ലെങ്കിൽ ബഹുനാം സംഭവന്തി, അല്ലെ. ഇത്രയൊക്കെ ജന്മം എടുത്തിട്ട് എന്തു ഉപയോഗം? ദശലക്ഷക്കണക്കിന് വർഷങ്ങളും ദശലക്ഷക്കണക്കിന് ജനനങ്ങളും തഥാ ദേഹാന്തര പ്രാപ്തി. നമ്മൾ നമ്മുടെ ശരീരത്തെ മാറ്റുന്നു. പക്ഷേ നമ്മൾ മൃഗാവസ്ഥയിലായതിനാൽ നമ്മുടെ ശരീരം മാറ്റണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനാൽ ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് വരും. കാരണം നമ്മൾ കൃഷ്ണന്റെ അംശമാണ്, പാർട്ട് ആൻഡ് പാർസലാണ്, അല്ലെ. മമൈ വാംശു ജീവഭൂത സനാതന, അല്ലെ. ഭൗതിക ലോകത്ത് ശാരീരിക ജീവിത സങ്കല്പത്തിൽ നാം കഷ്ടപ്പെടുന്നതിനാൽ നമ്മെക്കുറിച്ചാണ് കൂടുതൽ ഉത്കണ്ഠ കൂടുതലാണ്, അല്ലെ. ഭഗവാനും നമ്മളെ കുറിച്ചിട്ട് വളരെയധികം ഉത്കണ്ഠയുണ്ട്.
കാര്യം എന്താണ്? യവൻ ഇനി എന്നാണ് എന്റെ ധാമത്തിലേക്ക് വരുന്നത്? കോടാനുകോടി ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ആ ജന്മങ്ങളിലൊക്കെ ഭഗവാൻ നമ്മളെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്റെ കുഞ്ഞ് എന്നാണ് എന്റെ വീട്ടിലേക്ക് വരിക, എന്റെ ധാമത്തിലേക്ക്, എന്റെ മടിയിലേക്ക് എന്നാണ് അവൻ വരുന്നത് എന്ന് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുമായിരുന്നു. നമ്മളാണെങ്കിലോ തിരിഞ്ഞൊന്ന് നോക്കാനുള്ള മനസ്സ് പോലും നമ്മൾ വച്ചിട്ടില്ല. തിരിഞ്ഞു നോക്കിയെങ്കിൽ ഭഗവാനെ കാണാൻ വരുന്നു അല്ലേ? പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മൾ എങ്ങോട്ട് നോക്കിയിരുന്ന? നമ്മൾ എല്ലായ്പ്പോഴും വെളിയിലോട്ട് നോക്കിയിരുന്ന ആ എന്താണ് ആ ഭൗതികമായിട്ടുള്ള ആ സുഖങ്ങളൊക്കെ എങ്ങനെ നമുക്ക് തരപ്പെടുത്താം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഭഗവാനൊന്നും കാണാൻ പറ്റാത്തത്. തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു, തൊട്ട് പുറകിലും ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഇതുവരെയും തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലേ? അപ്പൊ ഈ ശരീരം മാറ്റണമെന്ന് നാം മനസ്സിലാക്കി. കർമ്മത്താൽ സുഖകരമായ ഒരു ശരീരം ലഭിച്ചതിനാൽ സന്തോഷിക്കരുത്. ഒരു ശരീരവും സുഖകരമല്ല, അത് താൽക്കാലികമാണ്, ശാശ്വതമല്ല. നമ്മള് അത് മാറ്റേണ്ടി വരും. അതാണ് ആത്മീയ ബോധം അല്ലേ? അപ്പൊ ഇനിയുള്ള ജന്മങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് ഭഗവത് ധാമത്തിലേക്ക് പോയി അല്ലെ ഭഗവാന്റെ അടുത്ത് ഭഗവാന്റെ കൂടെ നിന്ന് സേവ ചെയ്യാനുള്ള ഒരു താല്പര്യമാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നമ്മൾ എന്താണോ മനസ്സിൽ കാണുന്നത് അത് ഭഗവാൻ സാധിച്ചത് അല്ലെ? അപ്പൊ അങ്ങനെ ഒരു താല്പര്യം നമ്മുടെ മനസ്സിന്റെ കോണിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഒരു വഴിയും ആര് പറഞ്ഞു തരും? ഭഗവാൻ തന്നെ കാണിച്ചു തരും അല്ലെ? അതിനാൽ നമ്മള് തയ്യാറായിരിക്കണം. അതാണ് ഗ്ലാനിയർ. ജീവിതത്തെക്കുറിച്ചുള്ള ശാരീരിക സങ്കല്പത്തിന്റെ വേദിയിൽ നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം പരാജയം അല്ലെ? ശാരീരിക സങ്കല്പത്തിന്റെ പേരിൽ എന്ത് ചെയ്താലും അത് പരാജയമാണ്. അതൊരിക്കലും ശുഭമാവില്ല അല്ലെ? തദാവത് അവബോധ ജാതോ യാവാൻ ന ജിജ്ഞാസത ആത്മതത്വം. ജീവിതത്തെക്കുറിച്ചുള്ള ശാരീരിക സങ്കല്പത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് പരാജയപ്പെടുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ വളരെ നല്ല പുരോഗതി കൈവരിക്കുന്നു എന്നാണ് അല്ലെ? അത് ശരിക്കും പുരോഗതിയിലെ ദുഷ്ടതയാണ്. നമ്മൾ ദുഷ്ടനായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എപ്പോഴെങ്കിലും മെറ്റീരിയൽ അല്ലെങ്കിൽ ഭൗതികമായിട്ട് നമ്മൾ പുരോഗമനം ഇങ്ങനെ സാധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഉള്ളിലുള്ള ആ ദുഷ്ടചിന്തയാണ്, ദുഷ്ടതയാണ് അല്ലെ? അതൊരിക്കലും നമ്മുടെ പുരോഗതിയായിട്ട് കണക്കാക്കാൻ പാടില്ല അല്ലെ? അതോ ബ്രഹ്മജിജ്ഞാസ. ജിജ്ഞാസ ആകുന്നില്ലെങ്കിൽ, ഭഗവാനെ കുറിച്ചിട്ട് അറിയാനുള്ള കൂടുതൽ കൂടുതൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുരോഗതിയും ഇല്ല അല്ലെ? നമ്മളൊരു വട്ട പൂജ്യമായിരിക്കും, സീറോ ആണ്. നമ്മുടെ ആചാര്യന്മാർ അത് പഠിപ്പിച്ചിട്ടുണ്ട്. സനാതന ഗോസ്വാമി ഭഗവാൻ ചൈതന്യനെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ ചോദ്യം എന്തായിരുന്നു? സനാതന ഗോസ്വാമി ആരായിരുന്നു? അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു അല്ലെ? അദ്ദേഹം വളരെ ഉയർന്ന നിലയിൽ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. ഭയങ്കര അല്ലെ? ഒരുപാട് എന്താണ് ആധികാരികതയുള്ള അല്ലെ, അധികാരമുള്ള ഒരു മനുഷ്യനായിരുന്നു ആര്? സനാതന ഗോസ്വാമി. ചില്ലറക്കാരല്ല നമ്മളെ ഈ ആചാര്യന്മാരെല്ലാവരും. ആരെ നോക്കിക്കഴിഞ്ഞാലും അവർക്കൊക്കെ വളരെ വളരെ സ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരാരും ചില്ലറക്കാരല്ല. അദ്ദേഹം പ്രധാനമന്ത്രിയാണ് അല്ലെ? സനാതന ഗോസ്വാമി അദ്ദേഹം വളരെ മനുഷ്യനായിരുന്നു, വളരെ വലിയ മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം ചൈതന്യ മഹാപ്രഭുവിനെ സമീപിച്ച് ചോദിച്ചത് എന്താണ്? ഞാൻ ആരാണ് എന്നാണ് ചോദിച്ചത് അല്ലെ? കെ ആമി, ഞാൻ ആരാണ് അല്ലെ? അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ആരാണ്? പ്രധാനമന്ത്രിയാണ് ചോദിക്കുന്നത് അല്ലെ? നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. കേയാമി കേനെ ആമായ ജാരേ തവ ത്രയ ആബാനി കഹാ പ്രഭു കിസർ ഹിദയ ഹയാ. ചൈതന്യ ചരിതാമൃതം മധ്യലീലയിൽ അതുണ്ട് 20. അപ്പോൾ ഇതാണ് പ്രക്രിയ. സ്വയം അറിയുക. താൽക്കാലികവും ശാരീരികവുമായ സുഖങ്ങൾക്കായി ആശയക്കുഴപ്പത്തിലാകരുത്. മുഴുവൻ വേദസാഹിത്യത്തിന്റെയും നിർദ്ദേശമാണ്. പ്രഹ്ലാദ് മഹാരാജ് ഭഗവാൻ നരസിംഹദേവനോട് പറഞ്ഞു, ശോചേ തതോ വിമുഖ ചേതസ മായ സുഖായ ഭാരത വിമൂഢൻ മായ സുഖായ ഭഗവതോ വിമൂഢൻ അല്ലെ? ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ഈ താൽക്കാലികമായ സുഖത്തിനായി ഏർപ്പെട്ടിരിക്കുന്നവർ വിമൂഢരാണ്. ഇതേ കാര്യം ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു അല്ലെ? അപ്പൊ ഇന്നത്തെ ശ്ലോകത്തിലും എന്താണ് പറയുന്നത്? 15ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? നമാം ദുഷ്കൃതനോ മൂഢ അല്ലെ? വീണ്ടും വീണ്ടും പല ആവർത്തി നമുക്ക് പല രീതിയിലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നമാം ദുഷ്കൃതനോ മൂഢ. അതിനാൽ ഈ ഭൗതിക സന്തോഷത്തെ ആഗ്രഹിക്കുന്നവരെ എല്ലാ ശാസ്ത്രങ്ങളിലും എപ്പോഴും വിവരിച്ചിട്ടുണ്ട്. ഭഗവാൻ കൃഷ്ണൻ വ്യക്തിപരമായി വിവരിക്കുന്നത് മൂഢ എന്നാണ് അല്ലെ? വിമൂഢൻ. നമ്മള് വിമൂഢനായി തുടരാനും ഈ ഭൗതിക അസ്തിത്വം അനുഭവിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ നല്ല ബുദ്ധിയുടെ ലക്ഷണമല്ല അല്ലെ? നമുക്ക് ബുദ്ധിയില്ലാന്ന, അതാണ് വിമൂഢ, വിമൂഢാത്മം.
എല്ലാവരും വേണ്ടത്ര ബുദ്ധിമാന്മാരാകാൻ ശ്രമിക്കണം. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, ഈ മനുഷ്യരൂപത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മുടെ കൃഷ്ണാബോധ പ്രസ്ഥാനമാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ. കാരണം നമ്മൾ പന്നികളുടെയും നായ്ക്കളുടെയും ജീവിതം നിർത്താൻ ശ്രമിക്കുകയാണ്, അല്ലെ? വാസ്തവത്തില് കൃഷ്ണാബോധ പ്രസ്ഥാനം വളരെ വളരെ ഗംഭീരമായിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെ? ഏതെല്ലാം രാജ്യത്തില് ഒരു രാജ്യം പോലും ഇപ്പൊ ബാക്കിയില്ല. എല്ലാ രാജ്യത്തും കൃഷ്ണാബോധമുണ്ട്. ഏതൊരു രാജ്യം ഏതൊരു രാജ്യം എടുത്തു കഴിഞ്ഞാലും അവിടെ എല്ലാം തന്നെ എന്തുണ്ട്? കൃഷ്ണാബോധമുണ്ട്, അല്ലെ? ശില പ്രഭുപാദ് കി ജയ്. ആ ഒരു മനുഷ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു, അല്ലേ? വേറെന്ത് ചെയ്യാനാ? കിടന്നുറങ്ങും. വിശക്കുമ്പോ എണീറ്റ് എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിക്കും. അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന നമ്മളെയൊക്കെ ഇത്രയൊക്കെ മാറ്റിയെടുത്തത് ആരാണ്? ആ ശില പ്രഭുപാദ. അങ്ങനെ ഒരു മനുഷ്യൻ ഉള്ളായിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ഇവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു താല്പര്യമാണ് തോന്നുന്നു, അല്ലേ? അപ്പൊ നമ്മള് എപ്പോഴും പ്രഭുപാദരോട് നമ്മൾ എന്താണ് നന്ദിയുള്ളവരായിരിക്കും. ആ നന്ദി അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കുക. അദ്ദേഹം കുത്തിയിരുന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് വേണ്ടി, അല്ലെ? നമ്മളൊരു എന്താണ് ഒരു ജീവിതകാലം മുഴുവൻ വായിച്ച തീരാത്ത രീതിയിലുള്ള ബുക്കുകൾ അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട് നമുക്ക് വേണ്ടി. ആ വയസ്സുകാലത്ത് ഉറക്കം പോലും ഇല്ലാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ തിരിച്ചെങ്ങനെയാണ് ആ ഒരു നന്ദി കാണിക്കുക? അദ്ദേഹത്തിന്റെ ബുക്കുകൾ വായിക്കുക, അദ്ദേഹത്തിന്റെ ബുക്കുകൾ മറ്റുള്ളവരിൽ എത്തിക്കാൻ ശ്രമിക്കുക, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം, അല്ലെ? ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രഭുപാദരെ നമ്മൾ നോക്കിച്ചിരിക്കുന്നത്, അല്ലെ? പ്രഭുപാദർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ദോസ് ഹു പ്രീച്ചേഴ്സ്, അല്ലെ? എല്ലാവരും പ്രീച്ചർ ആവണമെന്നാണ് അദ്ദേഹത്തിന്റെ താല്പര്യം. അല്ലെ? അപ്പോ എല്ലാവരും പ്രീച്ചർ ആയി കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. എല്ലാവർക്കും മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതിന്റെ കാര്യം ഭഗവാന്റെ കാര്യം. അപ്പോൾ നമ്മുടെ കൃഷ്ണാബോധ പ്രസ്ഥാനമാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, അല്ലെ? കാരണം നമ്മൾ പന്നികളുടെയും നായ്ക്കളുടെയും ജീവിതം നിർത്താൻ ശ്രമിക്കുകയാണ്. മറ്റുള്ളവരിലും അത് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നയം ദേഹോ ദേഹഭുജാം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹദേ വിദ്ഭുജാം യേ. ശ്രീമദ് ഭാഗവതം 5-ാമത്തെ സ്കന്ധത്തില് 5-ാമത്തെ അധ്യായത്തില് പറയുന്നുണ്ട്. വിദ്ഭുജാം, മലം തിന്നുന്നവർ, പന്നികൾ. അവരുടെ ജോലി എന്താണ്? രാവും പകലും മലം അന്വേഷിക്കുക, ഭക്ഷണം കഴിക്കുക, ശക്തിയും കൊഴുപ്പും നേടുക, തുടർന്ന് ഇന്ദ്രിയ സുഖം. അത് അമ്മയോ സഹോദരിയോ മകളോ ആകട്ടെ എന്നത് പരിഗണിക്കാം, അല്ലെ? ഈ പന്നികളുടെയും നായ്ക്കളുടെയും ജീവിതം നിർത്തണം. എല്ലാവർക്കും നിർത്താൻ കഴിയില്ല. പക്ഷേ ബുദ്ധിമാന്മാരും ഭാഗ്യവാന്മാരുമായവർക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അല്ലെ? അല്ലെ? ബ്രഹ്മാണ്ഡ ബ്രഹ്മിതേ കോന ഭാഗ്യവാൻ ജീവ. ഗുരു കൃഷ്ണ കൃപാപായ ഭക്തിലതാ ബീജ. അവർക്ക് എന്ത് കിട്ടുന്നു? ഭക്തിലതാ ബീജം കിട്ടുന്നുണ്ട്, ഭക്തിയുടെ ബീജം കിട്ടുന്നുണ്ട്. അതിനാല് നമ്മൾ എല്ലാവരും ഈ കൃഷ്ണാബോധം ഭക്തിലതാ ബീജം സ്വീകരിച്ചതിൽ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ചെറിയ ഭാഗ്യവാന്മാരല്ല. വി ആർ വെരി 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 ലക്കി പീപ്പിൾ. എത്ര പറഞ്ഞാലും നമുക്കത് തീരത്തില്ല. അത്രയ്ക്കും പ്രാധാന്യമാണ്. അത്രയും ഭാഗ്യവാന്മാരാണ് നമ്മൾ ഏവരും, അല്ലെ? തത്വങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോവുക. ആദ്യത്തെ തത്വം തദ്വിജ്ഞാനാർത്ഥം സഗുരും, അല്ലെ? ഏവാഭിഗച്ഛത്. ഇതാണ് ആദ്യത്തെ തത്വം, അല്ലെ? അതോ ഗുരുവാശ്രയം. അതാണ് ആദ്യത്തെ തത്വം. വേദങ്ങളിലും ഇങ്ങനെ പറയുന്നു, യസ്യ ദേവേ പരാഭക്തിർ യഥാ ദേവേ തഥാ ഗുരു, അല്ലെ? തസ്യേതേ കതിദാ ഹൈ അർത്ഥ പ്രകാശന്തേ. ലൗകിക പാണ്ഡിത്യത്തിലൂടെയോ വ്യാകരണം വായിച്ചുകൊണ്ടോ വേദജ്ഞാനം മനസ്സിലാക്കാൻ കഴിയില്ല. ഇപ്പോ 2 PhD എടുത്ത ആൾക്കാരൊക്കെ നമ്മൾ കാണാറുണ്ട്, അല്ലെ? കെമിസ്ട്രിയിൽ ഒരു PhD, ഫിസിക്സിൽ ഒരു PhD. എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ PhD ഒക്കെ എടുക്കുന്നത്, അല്ലേ? പക്ഷേ അവരുടെ ജ്ഞാനം 0 ആണെന്ന് നമുക്ക് പറയാം. എങ്ങനെയാണെങ്കിൽ അവർക്ക് ഭഗവാൻ കൃഷ്ണനെ കുറിച്ച് ഒന്നും അറിയില്ല എങ്കിൽ അവരുടെ ഈ ജ്ഞാനം കൊണ്ടൊന്നും യാതൊരു ഉപയോഗമില്ല. നേരെ മറിച്ച് PhD ഒന്നും വേണ്ട, ഭഗവാൻ ആരാണെന്ന് അറിയാം, നമുക്കും ഭഗവാൻ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാമെങ്കിൽ അദ്ദേഹത്തിന് 10 PhD കിട്ടിയതുപോലെയാണ്. മനസ്സിലായി? അതാണ് ഇവിടെ പറയുന്നത്. ലൗകിക പാണ്ഡിത്യത്തിലൂടെയോ വ്യാകരണം വായിച്ചതുകൊണ്ടോ വേദജ്ഞാനം മനസ്സിലാക്കാൻ കഴിയില്ല. യഥാർത്ഥ ഗുരുവിൽ അചഞ്ചലമായ വിശ്വാസം പുലർത്തുന്ന ഒരാൾക്ക് വേദജ്ഞാനം മനസ്സിലാക്കാൻ കഴിയും. ഗുരു എന്നാൽ കൃഷ്ണന്റെ പ്രതിനിധി എന്നതാണ് അർത്ഥമാക്കുന്നത്, അല്ലെ? ശ്രീല പ്രഭുപാദ് ആരാണ്? ഭഗവാന്റെ കൃഷ്ണന്റെ പ്രതിനിധിയാണ്.
അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നതൊക്കെ നമ്മൾ അനുസരിക്കുന്നത്, അല്ലേ? അദ്ദേഹം പറയുന്നത് അനുസരിച്ച് കഴിഞ്ഞാല് നമ്മൾ ഭഗവാൻ പറയുന്നത് അനുസരിക്കുന്നതിന് തുല്യമാണ്, അല്ലേ? ഭഗവാന്റെ വാക്കുകളാണ് ഗുരുവിലൂടെ നമുക്ക് കിട്ടുന്നത്. ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഗുരുവിലൂടെ നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ മനസ്സിലാക്കി അത് മാത്രം പ്രവർത്തിച്ചു കഴിഞ്ഞാല് നമുക്ക് തീർച്ചയായിട്ടും ഭഗവത് ധാമത്തിൽ എത്താം, അല്ലെ? പ്രഭുപാദ് എന്താ പറഞ്ഞിരിക്കണേ? 4 യമനിയമങ്ങൾ പാലിക്കുക, അല്ലെ? ഹരേ കൃഷ്ണ മഹാമന്ത്രം പറയുക, എന്താണ് ഏകാദശി വ്രതങ്ങളൊക്കെ എടുക്കുക, ഉത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുക, എന്റെ മുന്നിന്റെ അറ്റത്ത് പിടിക്കുക, ഞാൻ നിങ്ങളെ ഗോലോക വൃന്ദാവനത്തിൽ എത്തിക്കാം എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ശീല പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നടക്കും. പല എന്താണ് ഉന്നതരായിട്ടുള്ള എന്താണ് പ്രഭുപാദിന്റെ ശിഷ്യന്മാരും ദേഹവിയോഗം ചെയ്ത സമയത്ത്, അല്ലെ, അവർ പറയുന്നുണ്ടായിരുന്നു, ദേ പ്രഭുപാദ് ഒരു വാക്ക് പാലിച്ചു, അദ്ദേഹം ദേ വന്നു നിൽക്കുന്നു, എന്നെ കൊണ്ടുപോകാനായിട്ട് ദേ ആള് വന്നു, പ്രഭുപാദ് വന്നു എന്നാണ് അവരെല്ലാവരും അവസാന നിമിഷത്തിൽ പറഞ്ഞത്. അപ്പൊ തീർച്ചയായിട്ടും അതിനൊക്കെ നമുക്ക് എന്താണ് പ്രൂഫുണ്ട്. തീർച്ചയായിട്ടും പ്രഭുപാദിന് വരും. അതുപോലെ തന്നെ നമ്മുടെ ദീക്ഷാ ഗുരുവും നമ്മളെ അന്വേഷിച്ച് വരും ആ സമയത്ത്, അല്ലെ? തീർച്ചയായിട്ടും നമ്മളെ തിരിച്ച് ഗോലോക വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആ ദീക്ഷാ ഗുരു വരും. അതാണ് അദ്ദേഹത്തിന്റെ ചുമതല. അദ്ദേഹത്തിന്റെ ചുമതല എന്താണ്? നമ്മളെല്ലാവരെയും ഗോലോക വൃന്ദാവനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചുമതല. അത്രയും ഭീമകരമായിട്ടുള്ള എന്താണ് ഒരു 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 റെസ്പോൺസിബിലിറ്റിയാണ് നമ്മുടെ ദീക്ഷാ ഗുരു സ്വീകരിച്ചിരിക്കുന്നത്, എടുത്തിരിക്കുന്നത്, അല്ലെ? അപ്പോ നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രം മതി, ബാക്കി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പൊ കൃഷ്ണനും അദ്ദേഹത്തിന്റെ പ്രതിനിധി. ഗുരു എന്നാൽ കൃഷ്ണന്റെ യഥാർത്ഥ ദാസൻ. ഗുരു എന്നാൽ ഒരു മാന്ത്രികനോ തന്ത്രജ്ഞനോ അല്ല, അത് ഗുരുവല്ല. ഗുരുവാകുന്നത് എങ്ങനെയെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു വളരെ എളുപ്പത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. എല്ലാവരോടും, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ജനിച്ചവരോട്, ഭാരതഭൂമിയിലെ മനുഷ്യജന്മയിലെ യാരനോട് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. എന്താണ് പ്രത്യേകിച്ച്? കാരണം നമ്മൾ ഇന്ത്യക്കാർ, ഭാരതീയർ, ലോകത്തിന് മുഴുവൻ ഗുരുവാകാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. ശരിക്കും ഭഗവാൻ എവിടെയാണ് ജനിച്ചത്? ഇന്ത്യയിലല്ലേ ജനിച്ചത്. അപ്പൊ നമ്മുടെ കടമയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഇത് മറ്റുള്ള രാജ്യങ്ങളിലും എത്തിക്കാൻ. അപ്പൊ നമ്മൾ എല്ലാവരും ഓരോ ഗുരുക്കന്മാരാണ്. എന്തിന്റെ? ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഗുരുക്കന്മാരാണ്. നമ്മൾ ആ റെസ്പോൺസിബിലിറ്റി, എല്ലാവരും തന്നെ ആ റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ഏറ്റെടുത്തിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ ഈ ഭാരതത്തിൽ ജനിച്ചതിന്റെ യാതൊരു എന്താണ് ഉപയോഗം നമുക്ക് കിട്ടത്തില്ല. കാര്യം ഇവിടെ ഈ ഭാരതത്തിൽ ജനിക്കണമെങ്കിൽ അത്രയും ഭാഗ്യം ചെയ്യണം, അല്ലെ? നമ്മളെ മറ്റുള്ള രാജ്യത്തൊക്കെ പോകുമ്പോഴാണ് ഈ രാജ്യത്ത് ജനിച്ചതിന്റെ ആ ഒരു മഹിമ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഒരു പ്രാവശ്യം ഇറാനിൽ ചെന്നപ്പോ, അല്ലെ, അവർക്ക് ഒരു ഒരു ഇന്ത്യക്കാരനെ കാണുന്നത് തന്നെ ഭഗവാനെ കാണുന്നതിന് തുല്യമായിട്ടാണ് അവർ കാണുന്നത്. മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് നാമം ജപിക്കുന്ന ഒരു വൈഷ്ണവനാണെങ്കിൽ അവര് തുള്ളിച്ചാടും. അത്രയ്ക്കും അവർ ദാഹിച്ചിരിക്കുകയാണ് ഒരാളെ കാണാനായിട്ട്. അവർ കണ്ടു കഴിഞ്ഞാല്, ഒരു ഇന്ത്യക്കാരനെ കണ്ടു കഴിഞ്ഞാല് ഭഗവാൻ കൃഷ്ണനെ കണ്ടതുപോലെയാണ് അവരുടെ അനുഭവം, അവരുടെ ആ ഒരു ചിന്ത, അല്ലെ? അവരുടെ ആ ഒരു വികാരം അതാണ്. ഞാൻ അന്തം വിട്ടുപോയി, അല്ലെ? അവർ ഉടനെ നമസ്കരിക്കും, ദണ്ഡ നമസ്കാരം ചെയ്ത് എന്താണ് ആ ഇന്ത്യക്കാരനെ അവർ വണങ്ങും. ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത്, ഇന്ത്യയിൽ ജനിക്കണമെങ്കിൽ തന്നെ ഒരു വലിയ ഭാഗ്യം വേണമെന്നാണ്. അപ്പൊ ഇന്ത്യക്കാരനായിട്ട് ജനിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ മഹാഭാഗ്യമാണ്. ഭഗവാന്റെ സ്വന്തം ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും എന്നാണ് അവർ പറഞ്ഞത്. അന്നാണ് എനിക്ക് ഭാരതത്തിന്റെ ഇത്രയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, അല്ലെ? ഞാനിക്കത് പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പൊ അതാണ്. കാരണം നമ്മൾ ഇന്ത്യക്കാർ, ഭാരതീയർ, ലോകത്തിന് മുഴുവൻ ഗുരുവാകാനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട്. നമുക്ക് സൗകര്യം ലഭിച്ചു. കാരണം ഇവിടെ നമുക്ക് സാഹിത്യങ്ങളുണ്ട്, വേദസാഹിത്യങ്ങൾ ഉണ്ട്. പ്രത്യേകിച്ച് ഭഗവത്ഗീത, അത് കൃഷ്ണൻ തന്നെ പറഞ്ഞതാണ്, ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞതാണ്, അല്ലെ? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ലോകമെമ്പാടും പ്രസംഗിച്ചാൽ നമുക്ക് ഗുരുവാകാൻ സാധിക്കും. യോഗികൾ, സ്വാമികൾ, പണ്ഡിതർ എന്ന് വിളിക്കപ്പെടുന്നവരുടെ പേരിൽ മറ്റുള്ളവരെ വഞ്ചിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ഗുരുവല്ല. ചൈതന്യ മഹാപ്രഭു പറയുന്നു, നമ്മൾ എല്ലാ ഇന്ത്യക്കാരും, എല്ലാ ഭാരതീയരും ഗുരുവാകണം. അമര ആജ്ഞായ ഗുരുഹന താര. ഈ ദേശത്തിൽ വാഴുന്നവരെല്ലാവരും, ജനിച്ചവരെല്ലാവരും ഗുരുവാകണമെന്നാണ് ആര് പറയുന്നത്? ചൈതന്യ മഹാപ്രഭു പറയുന്നത്, അല്ലേ? മധ്യലീലിൽ കാണിക്കുന്നുണ്ട്. നമ്മളെ എവിടെയായിരുന്നാലും, അല്ലെ, നമ്മളെ എങ്ങനെ ഗുരുവാകും? യാരേക്കോ താരേക്കഹോ കൃഷ്ണോപദേശ്. വളരെ സിമ്പിൾ അല്ലേ? അല്ലെ? നമ്മൾ ആരെ കണ്ടാലും എന്ത് ചെയ്യണം? നമ്മള് ഭഗവാനെ കുറിച്ചിട്ട് പറയാനുള്ള ശ്രമം ചെയ്യണം, അല്ലെ?
അത് മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ. ഒരു ആചാര്യൻ പറഞ്ഞത് നമ്മൾ രണ്ട് കാര്യത്തിന് മാത്രമേ വാർക്കാൻ പാടുള്ളൂ എന്നാണ്. എന്താണ്? ഒന്ന്, മഹാപ്രസാദം കഴിക്കാനാണ്, പ്രസാദം കഴിക്കാനുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, യാരേക്കോ താരേക്കഹോ കൃഷ്ണ ഉപദേശം, കൃഷ്ണന്റെ ഉപദേശം ചെയ്യാൻ വേണ്ടി വേണം നമ്മള് രണ്ടാമത്തെ പ്രാവശ്യം വാ തുറക്കാനായിട്ട്. അല്ലേ? ആവശ്യമില്ലാതെ വാ തുറക്കാൻ പാടില്ല എന്നാണ്. നമ്മൾ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഭഗവാന്റെ ഒരു എലിമെന്റ് ഉണ്ടാവണം. അതല്ലെങ്കിൽ പറയരുത്. ചിന്തിക്കണം, ഈ പറയാൻ പോകുന്നതിൽ എന്തെങ്കിലും ഭഗവാന്റെ കാര്യമുണ്ടോ? ഇല്ല എങ്കിൽ നമ്മൾ പറയാൻ പാടില്ലെന്ന് പറയും. അല്ലേ? ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര പേർക്ക് സാധിക്കും അത്? സാധിക്കണം, സാധിക്കുമെന്നാണ് നമ്മൾ ആചാര്യന്മാർ പറയുന്നത്. അല്ലെ? ചില ആചാര്യന്മാർ ഇവിടെ വന്നിട്ടുണ്ട്, പേര് മാത്രം. അവര് വാ തുറക്കുകയാണെങ്കിൽ എന്താണ്, ഭഗവാനെ കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കും, മൗനികളായിരിക്കും. അല്ലെ? അവരാണ് യോഗികൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആചാര്യന്മാരാണ് യോഗികൾ. കാര്യം എന്താണ്? അവർ വാർക്കുന്നത് ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്, പ്രസാദം കഴിക്കാനും പിന്നെ ഭഗവാനെ കുറിച്ച് സംസാരിക്കാനും വേണ്ടിയാണ്. അല്ലാത്ത ഒരു കാര്യവും അവര് പറയത്തില്ല, അവർ സംസാരിക്കത്തില്ല. അവർ മൗനിയായിട്ടിരിക്കും, മിണ്ടാതിരിക്കും, ഒന്നും വേണ്ടത്തില്ല അവർ. അല്ലേ? ഈ കൃഷ്ണാബോധ പ്രസ്ഥാനം അർത്ഥമാക്കുന്നത് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതാണ്. കൃഷ്ണ ഉപദേശം പ്രസംഗിക്കുക എന്നതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ നിർദ്ദേശം. ഇതാണ് കൃഷ്ണോപദേശം. അല്ലെ? നമാം ദുഷ്കൃതിനോ മൂഢ, അല്ലെ, പ്രബുദ്ധ്യന്തേ നരാധമ. ഇത് ഇന്നത്തെ ശ്ലോകം. ഇത് നമ്മുടെ നിർമ്മിത വാക്കുകളല്ല, അത് കൃഷ്ണ ഉപദേശമാണ്. എനിക്ക് കീഴടങ്ങാതെ ഏതൊരാളും ദുഷ്കൃതനാണ്. അവനെ ഉടൻ തന്നെ 4 ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കും. അല്ലെ? അപ്പോ ഭഗവാനിൽ കീഴടങ്ങാത്തവരെല്ലാവരും എന്താണ്? ദുഷ്കൃതന്മാരാണ്, അല്ലെ, ദുഷ്ടന്മാരാണ്. ഇത് നമ്മുടെ നിർമ്മിത വാക്കുകൾ. അവ എന്തൊക്കെയാണ്? ദുഷ്കൃതിന, മൂഢ, നരാധമ, മായാപഹൃത ജ്ഞാന. മായാപഹൃത ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ജ്ഞാനം മുഴുവൻ മായയാൽ അപഹരിച്ചു കൊണ്ടുപോയതാണ്. അല്ലേ? അതാണ് മായ അപഹൃത ജ്ഞാനം. നമുക്ക് കുറേ ജ്ഞാനമുണ്ട്, പക്ഷെ അതെന്താണ്? എല്ലാം മായയാണ്. മായ എല്ലാം കൊണ്ടുപോയി, മായ എല്ലാം അതിക്രമിച്ച് കൊണ്ടുപോയെന്നർത്ഥം. അങ്ങനെയുള്ള ജ്ഞാനങ്ങളാണ് നമുക്കുള്ളത്. അതാണ് മായ അപഹൃത ജ്ഞാനം, മായം അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ജ്ഞാനം. ആസുരം സ്വഭാവം, അല്ലെ, നമ്മുടെ ആസുരഭാവം, ആശ്രിത. അപ്പോൾ ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. മൂഢരാരാണ്? ഒരാൾ കൃഷ്ണന് കീഴടങ്ങുന്നില്ലെങ്കിൽ, കൃഷ്ണൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ അയാള് ആരാണ്? മൂഢനാണ്, ദുഷ്കൃതനാണ്, അല്ലെ, പാപിയാണ് അവൻ. മൂഢൻ, തെമ്മാടി എന്നൊക്കെ പറയും. അല്ലെ? ശീല പ്രഭുപാദ് ഒരു വാക്ക് എപ്പോഴും ഉപയോഗിക്കും, അതും കൂടെയാണ്. ഞാനത് പറയുന്നില്ല. പ്രഭുപാദ് വയസ്സായാൽ അദ്ദേഹത്തിന് പറയാം, അല്ലേ? അദ്ദേഹത്തിന് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നമുക്കത് പറയാൻ പറ്റില്ല. തെമ്മാടി, നരാധനൻ, മനുഷ്യരാശിയുടെ ഏറ്റവും താഴ്ന്നവൻ, മായാപഹൃത ജ്ഞാനൻ. അവന്റെ വിദ്യാഭ്യാസവും, അല്ലെ, ബിരുദങ്ങളും ഉപയോഗശൂന്യമാണ്. അവരെന്തൊക്കെ ഇനി പഠിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം തന്നെ ഉപയോഗശൂന്യങ്ങളാണ്. നമ്മുടെ എന്താണ്, ഇസ്കോണില് ഏറ്റവും വലിയ പ്രചാരം ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും തന്നെ വളരെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അല്ലെ? IIT റാങ്ക് ഹോൾഡേഴ്സ്, അങ്ങനെയുള്ള വലിയ 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 പദവികൾ അലങ്കരിച്ചിട്ടുള്ള ആൾക്കാരാണ്. അവർക്കാർക്കും ബുദ്ധിയില്ലെന്നാണ് വിചാരിക്കുന്നത്. അവരൊക്കെ നമ്മുടെ ഐക്യുവിന്റെ ഒരു 10 ഇരട്ടി ഐക്യം ഉള്ളവരാണ്. അവരെല്ലാവരും കൃഷ്ണാബോധം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെ? നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, ഇത് ആരൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഇതാരാണ് ഇതിന്റെ പുറകിൽ പോകുന്നത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് കൃഷ്ണാബോധ പ്രസ്ഥാനത്തിന്റെ എന്താണ് വിലയെന്ന്, അവരെന്താണ് ചെയ്യുന്നതെന്നും അവരെങ്ങോട്ടാണ് പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരൊറ്റ കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ, അല്ലെ, ആരൊക്കെയാണ് ഇതൊക്കെ ആരാണ് നോക്ക്, അവരെ എന്താണ്, എന്തുകൊണ്ടാണ് അവർ കൃഷ്ണാബോധം സ്വീകരിച്ചതെന്ന് നോക്ക്. അല്ലെ? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ വില എന്താണ്, അതിന്റെ ഉപയോഗം എന്താണ്. ഇതിലൊക്കെ ഉപയോഗമില്ലെങ്കിൽ അവർ ഇതിലോട്ട് വരുമോ? എല്ലാം ഉപേക്ഷിച്ചിട്ട് അവർ ഇതിലോട്ട് വരുമോ? ഒരിക്കലും വരില്ല. അല്ലെ? അപ്പൊ കാരണം യഥാർത്ഥ അറിവ് അവനിൽ നിന്ന് എടുത്തു കളയപ്പെടും. മായാപഹൃത ജ്ഞാനം. യഥാർത്ഥ അറിവ് എന്താണ്? ഭഗവാൻ കൃഷ്ണനെ അറിയുക എന്നുള്ളതാണ്. ആ ഒരു ജ്ഞാനം അവനിൽ നിന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് മായ അപഹൃത ജ്ഞാനം എന്ന് പറയുന്നത്. അല്ലെ? അപഹരിച്ച ജ്ഞാനം. എന്നാൽ ഇവർ പൊതുവെ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ ഈ 4 കൂട്ടം മനുഷ്യരില്ല, നമ്മൾ നേരത്തെ കണ്ടല്ലേ. അതിനാൽ നമ്മൾ അവരെ നേരിടാം. നമ്മുടെ കൃഷ്ണാബോധ പ്രസ്ഥാനം ഈ ദുഷ്ടന്മാരെയും ഈ ദുഷ്കൃതന്മാരെയും ഈ നരാധന്മാരെയും നരാധവന്മാരെയും നേരിടുകയും
അവരോട് കൃഷ്ണാബോധമുള്ളവരാകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഇതാണ് കൃഷ്ണാബോധ പ്രസ്ഥാനം. മറ്റൊരു കാര്യം പറഞ്ഞാല് ഞാൻ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ അവിടെ ഇരുന്ന് ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മളൊരു ചോദ്യോത്തര വേദി ഉണ്ടല്ലോ അല്ലെ, അതില് വളരെ നികൃഷ്ടമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അതായത് ഈ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് ആക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ് അവർ ചോദ്യം ചോദിക്കുന്നത് അല്ലെ. ആ രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ നികൃഷ്ടമായിട്ടാണ് അവർ ചോദിക്കുന്നത് അല്ലെ. പക്ഷെ ആ ആചാര്യൻ വളരെയധികം സുസ്മേരവദനായി സന്തോഷമായിട്ട് ഇതെല്ലാം വളരെ കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും അല്ലെ. അദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇരിപ്പ് എന്താണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത്രയും കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഞാൻ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും അന്നൊക്കെ അവർ ദുഷ്കൃതന്മാരായിരുന്നു, ദുഷ്ടന്മാരായിരുന്നു അല്ലേ. അവരെല്ലാം ഇന്ന് വളരെ വളരെ വലിയ വലിയ പ്രീച്ചേഴ്സ് ആണ്. കാര്യം എന്താണ്, അവരത് ഇങ്ങനെ ഒടിച്ച് മടക്കി കറക്റ്റായിട്ട് മനസ്സിലാക്കി കാര്യകാരണ വിശദീകരണം നടത്തിയപ്പോ അവർക്ക് മനസ്സിലായി, യെസ്, ഞാൻ പോകുന്നത് വഴി വേറെയാണ് അല്ലെ, ഇതാണ് ശരിക്കുള്ള വഴി, എന്നാ പിന്നെ ഇതുവഴി പോവാം. ഇവർ പറയുന്നതൊക്കെ വാസ്തവമാണ്, ശരിയാണ്, ഇതൊക്കെ ഭഗവാൻ പറഞ്ഞതാണ്, ഇതിലൊക്കെ സത്യമുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പറഞ്ഞവരെല്ലാവരും അന്നൊക്കെ ചോദിക്കുന്ന കേട്ട് കഴിഞ്ഞാല് ഇയാള് തുടങ്ങിയിട്ടുണ്ട് ചോദ്യങ്ങൾ ചോദിക്കും എന്ന് പറഞ്ഞ് നമുക്ക് വിഷമം തോന്നും, ദേഷ്യം തോന്നും. ഒന്നാമത്തത്, നമുക്ക് പ്രസാദം കഴിക്കാൻ പോകാൻ പറ്റില്ല. ഇവരെല്ലാം ചോദിച്ചു തീർന്നാലും നമുക്ക് ഭാഗവത് ഗ്രന്ഥരാജ് കി ജയ് എന്ന് പറയാൻ പറ്റുള്ളൂ, ആചാര്യൻ, എങ്കിലേ നമുക്ക് പ്രസാദം കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ. അത് പോകാൻ പറ്റൂല. പിന്നെ സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓരോ ചോദ്യങ്ങൾ അങ്ങനെ നീണ്ടു പോകും അല്ലേ. ഒരെണ്ണം ചോദിക്കുമ്പോൾ അടുത്ത് ചോദിക്കും, ഒരെണ്ണം കഴിയുമ്പോൾ അടുത്ത് ചോദിക്കും, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവരൊക്കെയാണ് ഇന്ന് എനിക്ക് എല്ലാവരും പേഴ്സണലായിട്ട് അറിയാം. അവരെല്ലാവരും വളരെ മിടുക്കരായിട്ട് പ്രീച്ച് ചെയ്യുന്ന ആൾക്കാര്. അപ്പോ അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ദുഷ്ടന്മാരെ നമ്മൾ പ്രീച്ച് ചെയ്യരുത് എന്ന് പറയരുത്. കൃഷ്ണാബോധ പ്രസ്ഥാനം ഈ ദുഷ്ടന്മാരെയും ഈ ദുഷ്കൃതന്മാരെയും ഈ നരാധമന്മാരെയും നേരിടുകയും അവരോട് കൃഷ്ണാബോധമുള്ളവരാകാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യും. ഇതാണ് കൃഷ്ണാബോധ പ്രസ്ഥാനം. നമ്മൾ വെറുതെ ചില്ലറക്കാരല്ല അല്ലെ. ദുഷ്ടന്മാരെയൊക്കെ നല്ലവരാക്കുന്ന ആൾക്കാരാണ് നമ്മൾ പ്രസംഗിക്കണം, നമ്മൾ പ്രീച്ച് ചെയ്യണം. അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ആജ്ഞ. മഴ ആജ്ഞായ ഗുരു ഹണ താര ഈ ദേശത്തുള്ളവരെല്ലാവരും മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കണം. അത് യഥാർത്ഥത്തിൽ ചൈതന്യ മഹാപ്രഭുവിനെ പിന്തുടരുക എന്നതാണ്. അത് നമ്മുടെ സുരക്ഷയ്ക്കാണ്, നമ്മുടെ എല്ലാവരുടെയും സുരക്ഷയ്ക്കാണ്. നമ്മൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് കരുതുക, പക്ഷെ അത് നമ്മുടെ സുരക്ഷയ്ക്കാണ്. എന്നാൽ മറ്റുള്ളവരുടെ പ്രയോജനത്തിനായി അപകടകരമായ അവസ്ഥ നേരിടുന്ന ഒരാളെ ഭഗവാൻ വളരെ വേഗത്തിൽ തിരിച്ചറിയും. തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ കൃത്രിമ അല്ലെ. പിന്നെ പറയുന്നുണ്ട് ഇതം പരമം ഗുഹ്യം മദ്ഭക്ഷേഷ്വ അവിശ്വസതി. അതിനാൽ നമ്മൾ നേരിടുകയാണെങ്കിൽ പോരാടുന്ന സൈനികരെ പോലെ അവർ രാജ്യത്തിന്റെ അപകടത്തെ നേരിടുന്നു അല്ലെ. രാജ്യത്തിന്റെ അപകടത്തെ അവരാണ് നേരിടുന്നത്, സൈനികർ. അവരെ തിരിച്ചറിയും. അതുപോലെ കൃഷ്ണനെ പ്രതിനിധീകരിച്ച് കൃഷ്ണാബോധത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ പ്രീച്ച് ചെയ്യുന്നവർ, പ്രാസംഗികരായവർ, അവർ മഹാനായ സൈനികരാണ്. അതാണ് അല്ലെ. ഈ യുദ്ധത്തില് നമ്മളും പങ്കെടുക്കുകയാണ്, നമ്മളും വോളണ്ടറി ആയിട്ട് അല്ലെ കമാൻഡോകളാവുകയാണ് അല്ലെ. എങ്ങനെ നമ്മൾ ഈ പ്രീച്ചിങ്ങില് നമ്മൾ പ്രീച്ചിങ് തിരഞ്ഞെടുക്കും. അതാണ് കൃഷ്ണലാൽ തിരിച്ചറിയപ്പെടുന്ന വളരെ എളുപ്പമാണ്. കാരണം അദ്ദേഹം പറയുന്നു, തസ്മാൻ മനുഷ്യേഷു കശ്ചിൻ മേ പ്രിയ കൃത്രിമ. ആരാണ് ഈ കൃഷ്ണ അവബോധം പ്രസംഗിക്കുന്നത്, അതിനാൽ നമുക്ക് ഈ ജീവിതം ലോകമെമ്പാടും കൃഷ്ണാബോധം പ്രസംഗിക്കുന്നതിനായി സമർപ്പിക്കാം അല്ലെ. അത് വളരെ മഹത്വമുള്ളതാണ്. ഒരു ശ്ലോകമുണ്ട്, പക്ഷെ ആ ശ്ലോകം ഞാൻ മറന്നുപോയി. ആ ശ്ലോകത്തിൽ എന്താ പറയുന്നത്, എനിക്ക് ആരാണോ എന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരോട് എനിക്ക് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ബുദ്ധി ഉപയോഗിച്ച് ആ സ്നേഹം പിടിച്ചു പറ്റാനല്ലേ ശ്രമിക്കേണ്ടത്. അപ്പൊ നമ്മൾ എല്ലാവരും ഓരോരുത്തരും എന്ത് ചെയ്യണം, നമ്മൾ എല്ലാവരും തന്നെ പ്രീച്ചറായി മാറണം അല്ലെ. പൈതൽ പ്രഭുവിനും ഗോവിന്ദ പ്രഭുവിനും ഒക്കെ ഭയങ്കര സന്തോഷമാവും നമ്മൾ എല്ലാവരും പ്രീച്ചറായി കഴിഞ്ഞാൽ. കാരണം എല്ലാ ദിവസവും എടുക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ അല്ലെ. ആരുടെങ്കിലും പുറകെ നടന്ന് ഇങ്ങനെ എടുക്കും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അത്രയും പ്രീച്ചേഴ്സ് നമുക്കുണ്ട്. എല്ലാവരും മുന്നോട്ട് വരണമെന്നാണ് അല്ലെ ഈ പ്രസ്ഥാനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹരേ കൃഷ്ണ. ഞാനിവിടെ നിർത്തുവാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ഈ സനാതന ഗോസ്വാമി പ്രധാനമന്ത്രിയായിരുന്നു പ്രഭു പറഞ്ഞു അത്
അതെ മാതാജി, എ- അതെ അതെ. എവിടത്തെ പ്രധാനമന്ത്രിയാണ്? ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്? ഈ നമ്മുടെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന ആ, രാജ്യത്തുള്ള ഈ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നപ്പോൾ ഉള്ള അല്ല എന്താണ് അന്ന് മുസ്ലിങ്ങളാണ് ഭരിച്ചിരുന്നത്. ആ സമയത്തുള്ള പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹമാണ് രാജ്യം എല്ലാ കാര്യത്തിന്റെ തീരുമാനങ്ങളും എടുത്തിരുന്നത്. അങ്ങനെയുള്ള വലിയ വലിയ ആൾക്കാരാണ് നമുക്ക് നമ്മുടെ ആചാര്യന്മാരായിട്ട് വർത്തിച്ചിട്ടുള്ളത്. ഏഹ് നമ്മുടെ ഉം. ഗൗഡീയ മാധവ സമ്പ്രദായം എന്ന് പറയുന്നത് ഇവരെല്ലാവരും വളരെയധികം ആ, ആ, ഉപകാരങ്ങൾ സംഹരിച്ചിട്ടുള്ള അല്ലെങ്കിൽ തന്നിട്ടുള്ള ആൾക്കാരാണ്. അവരെയാണ് നമ്മൾ പിന്തുടരുന്നത്. ഹരേ കൃഷ്ണ. ഹരേ അവരെല്ലാവരും കൃഷ്ണ തന്നെ പ്രഭുജി. അവരെല്ലാവരും തന്നെ വളരെ വളരെ വലിയ വലിയ ആ, ആധികാരികത ആ, ആ, ഏരിയകളിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. ഹരേ കൃഷ്ണ ഉം. പ്രഭുജി, ഹരേ ദണ്ഡപ്രണ. കൃഷ്ണ. പ്രഭുജി പറഞ്ഞു പ്രഭുപാദിന്റെ പ്രഭുപാദാണ് എല്ലാവിടേക്കും എത്തിച്ചതെന്ന്. അപ്പൊ ആ നിമിഷത്തില് ഒരു ശ്രീ ജയപതാക സ്വാമി പറഞ്ഞ ഒരു ശ്ലോകം എന്റെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരുന്നു. ഞാനൊന്ന് ചൊല്ലിക്കട്ടെ. തീർച്ചയായിട്ടും ഹരേ കൃഷ്ണ. പറഞ്ഞു. യാതി പ്രഭുപാദ ന ഹോയ് തോ തബി കോ ഹോയ് തോ. സോറി പ്രഭു. ഉം. यदि प्रभुपाद न होई तो तभी की होई तो ये जीवन बहिद किसे, ये जीवन बहिद किसे. नित्या गौरेरा अपार करुणा, नित्या गौरेरा अपार करुणा की दीदा सगल देशे, की दीदा सगल देशे. हरे कृष्ण. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. വെരി ഗുഡ്. കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. പ്രഭു ശ്രീകൃഷ്ണ ഭഗവാന് ഭാരതത്തിലല്ലേ ജനിച്ചത്? അതെ. പ്രഭു പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞായിരുന്നു പ്രഭു ഭാരതത്തിലല്ല ജനിച്ചതെന്ന്. അയ്യോ കൃഷ്ണ, ഞാൻ അങ്ങനെ പറഞ്ഞോ? തെറ്റിപ്പോയി മാതാജി. അങ്ങനെ ഞാൻ പറയാൻ പാടില്ല. അദ്ദേഹം ഭാരതത്തിലാണ് ജനിച്ചത്. ഹരേ കൃഷ്ണ. നമ്മുടെ സമയമായിരിക്കുന്നു. പ്രഭുജിക്ക് പൂജയ്ക്ക് പോകേണ്ടതുണ്ട്. സോ എല്ലാവരും വരിക. അതോട് അതിനുപുറം 2 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ हरे കൃഷ്ണ राम കൃഷ്ണ हरे കൃഷ്ണ राम ഹരേ राम राम ഹരേ हरे ഹരേ हरे, രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ कृष्ण കൃഷ്ണ ഹരേ हरे കൃഷ്ണ കൃഷ്ണ राम ഹരേ കൃഷ്ണ राम ഹരേ കൃഷ്ണ राम കൃഷ്ണ हरे ഹരേ हरे. രാമ ഹരേ രാമ രാമ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ഹരേ.